വിശേഷം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇലക്ട്രിക് കോക്കനട്ട് സ്ക്രാപ്പറിനെ കുറിച്ച് പറയാനാണ്. ഒരു 6 മാസത്തോളമായി ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്നിട്ടാണ് ഞാനിപ്പോൾ റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇലക്ട്രിക് പ്രോഡക്ട്സ് ആയതുകൊണ്ട് കുറച്ച് നാൾ യൂസ് ചെയ്തിട്ടുണ്ടാകും എൻ്റെ റിവ്യൂ ചെയ്യാനായിട്ട്. അപ്പം ആമസോണിൽ നിന്നാണ് കേട്ടോ ഞാനത് വാങ്ങിയത്. അപ്പം നമ്മൾ കൺവെൻഷണൽ ചിരവ എന്ന് പറഞ്ഞാൽ നോർമലി ഉള്ള നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ചെല്ലുന്ന ചിരവ അത് കയ്യിലൊക്കെ നീരിറങ്ങാൻ തുടങ്ങി. അമ്മയ്ക്കൊക്കെ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പിന്നെ ഇലക്ട്രിക് കോക്കനട്ട് സ്ക്രാപ്പറിലോട്ട് മാറിയത്. അപ്പം ഇലക്ട്രിക്കിൻ്റെ ആയതുകൊണ്ട് നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം കറണ്ട് ഒരുപാട് പിടിക്കുമോ, കറണ്ട് ബില്ല് ഒരുപാട് വരുമോ, അങ്ങനെ ഭയങ്കര ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും പേടിക്കേണ്ട, സൂപ്പർ സാധനമാണ്, നല്ല പ്രോഡക്റ്റാണ്. അപ്പം ആദ്യം പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ പ്രോഡക്റ്റ്. ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, റിയോ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡാണ്. അപ്പം ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് റെഡ് കളറിലാണ്, യെല്ലോ കളറിൽ അവൈലബിൾ ആണ്. ഇത് വന്നപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ബ്ലേഡ് ഉണ്ടായിരുന്നു. ഇതാണ് തേങ്ങ തിരുന്ന ബ്ലേഡ്. അത് കവർ ചെയ്ത് വെക്കാനായിട്ട് തന്നെ ഒരു ബ്ലാക്ക് കളർ ക്യാപ്പ് ഉണ്ടായിരുന്നു. നല്ല ഷാർപ്പാണ് കേട്ടോ ഇത്. പിന്നെ ഇതിനോട് ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നു, സ്റ്റോൺ ടൈപ്പ്. അത് നമ്മൾ കത്തിയൊക്കെ ഷാർപ്പനാക്കാനുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്ലേറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് തേങ്ങ തിരുമ്പുമ്പോൾ നേരെ അതിലോട്ടാണ് വീഴുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസിക് കമ്പോണൻറ്റ്. ഈ റെഡ് കളർ ഇത് ഏകദേശം 2 കിലോ അടുപ്പിച്ച് വെയിറ്റ് വരും. ഇങ്ങനെ ഇത് നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും ആ പ്ലേറ്റ്. പിന്നെ ഇതുപോലെ കറക്കി നമുക്കിത് ബ്ലേഡ് അറ്റാച്ച് ചെയ്യാൻ പറ്റും ഇതിനോട് മെയിൻ ബോഡിയായിട്ട്. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് വെക്കുന്നത്. ഇനി ഇത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് സർഫസിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മളൊന്ന് ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു നോബില്ല, ആ നോബ് ആദ്യം മുകളിലോട്ട് തിരിക്കണം. അതിനുശേഷം നമ്മൾ മെയിൻ ബോഡിയിലും താഴോട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ആ നോബ് റൈറ്റിലോട്ട് നമുക്ക് തിരിക്കാം. അതിനുശേഷം നമുക്കിത് ഓൺ ബട്ടൺ ഓണാക്കി നമുക്കിത് ഓൺ ചെയ്യാം. അതിനുശേഷം തേങ്ങ തിരുവാൻ നമുക്കിങ്ങനെ ഇതുപോലെ പാത്രം വെച്ചതിന് ശേഷം വേറെ പ്ലേറ്റൊന്നും വെക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ടൈപ്പ് പ്ലേറ്റ് വെക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. എന്നിട്ട് ഇതിൻ്റെ അരികു തോറും ആദ്യം തിരുമിയതിന് ശേഷം ബാക്കി നമ്മൾ തിരുമിയാൽ മതി. അതായിരിക്കും ഏറ്റവും എളുപ്പം. അപ്പം പെട്ടെന്ന് ഈസി ആയിട്ട് പോരും. പെട്ടെന്നൊരു 2-3 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഫുൾ നമുക്ക് നന്നായിട്ട് തിരുമിയെടുക്കാൻ പറ്റും. അപ്പോൾ കൈ നമ്മൾ ഇതൊന്നും അതിനകത്ത് സപ്പോർട്ട് കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ആ ബോഡിയിൽ നമുക്ക് സപ്പോർട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം തിരുമ്മി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ജസ്റ്റ് അതുപോലെ കറക്കി എടുത്തതിന് ശേഷം ക്ലീൻ ചെയ്ത്, മീൻസ് വെള്ളത്തിൽ തന്നെ കഴുകാം, പ്രശ്നമൊന്നുമില്ല. ക്ലീൻ ചെയ്ത് തുടച്ച് വെച്ചാൽ മതി. അപ്പം ഇതുപോലെ നന്നായിട്ട് നമുക്ക് തിരുമ്മിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരു തേങ്ങ പോലെ നമുക്ക് വേസ്റ്റ് ആകത്തില്ല, നന്നായിട്ട് തിരുമ്മിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഷാർപ്പനിങ് നൈഫ്, അത് ഇതൊരു പഴയൊരു കത്തി തന്നെയാണ് ഇപ്പോൾ ഇതിൽ ഷാർപ്പൻ ചെയ്ത്. നമുക്ക് ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും നമുക്കിത് ഷാർപ്പ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഇതൊരു പഴയ കത്തി നന്നായിട്ട് ഷാർപ്പൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല ഷാർപ്പായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ ഷാർപ്പൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, മീൻസ് ഇപ്പം മീഷോയിൽ തന്നെ നമ്മൾ കൈകൊണ്ട് ഇതാക്കുന്നത് അവൈലബിൾ ആണ്. അതുപോലെ കല്ലിലൊക്കെ വരച്ചില്ല നമ്മൾ ചെയ്യുന്നത്. അതുപോലെ അത്രയും പവറൊന്നും കൊടുക്കേണ്ട, പെട്ടെന്ന് നന്നായിട്ട് ഷാർപ്പനായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് 2695 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്ന്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഓക്കെ അല്ലേ? എല്ലാം മനസ്സിലായിരുന്നല്ലേ? പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ എൻ്റെ ഡൗട്ട് എല്ലാം പറഞ്ഞു തരുന്നതാണ്. അപ്പം എന്തായാലും പ്രോഡക്റ്റ് സൂപ്പറാണ്. 2 കളർ അവൈലബിൾ ആണ് കേട്ടോ, റെഡും യെല്ലോ. ഞാൻ റെഡ് എടുത്തേക്കണേ. അപ്പോൾ എന്തായാലും പ്രോഡക്റ്റിനെ കൊണ്ട് ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ അങ്ങനെ കറണ്ട് ബില്ലോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ക്ലീൻ ചെയ്യാനോ എളുപ്പമാണോ, അങ്ങനെ ഇതുവരെ ഒരു തുരുമ്പോലും പിടിച്ചിട്ടുള്ളതാണ് മെയിൻ കാരണം. ഒരു പ്രശ്നമില്ലാത്തൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി. എല്ലാവർക്കും ഈ പ്രായമായവരൊക്കെ വീട്ടിലുള്ളവർക്കൊക്കെ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം വീഡിയോ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലത്തെ വീഡിയോ ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.